1050 പേരുകൾ BCCI വെട്ടി. ഇത്തവണ ലേലത്തിനുണ്ടാകുക 350 താരങ്ങൾ. ഈ മാസം 16-ന് അബുദാബിയിൽ നടക്കുന്ന IPL മിനി ലേലത്തിന്റെ വിവരങ്ങളിലേക്ക് കടക്കാം. നേരത്തെ രജിസ്റ്റർ ചെയ്യാതിരുന്ന 35 താരങ്ങളാണ് പുതുതായി ലേലത്തിനെത്തുന്നത്. അതിൽ തന്നെ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച് പിന്നീട് ODI ഫോമാറ്റിലൂടെ തിരിച്ചുവന്ന ദക്ഷിണാഫ്രിക്കൻ ബാറ്റർ ക്വിന്റൺ ഡി കോക്കുമുണ്ട്. കഴിഞ്ഞ ദിവസമാണ് ഡി കോക്കിൻ്റെ പേര് ആഡ് ചെയ്തത്. കൃത്യമായി പറഞ്ഞാൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ഏകദിന പരമ്പരയിലെ 3-ാം മത്സരത്തിന് ശേഷം ഒരു IPL ഫ്രാഞ്ചൈസി ഡി കോക്കിനോട് അങ്ങോട്ട് പേര് രജിസ്റ്റർ ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്. അത് മുംബൈ ഇന്ത്യൻസ് തന്നെയാണെന്നാണ് സൂചന. നിലവിൽ റയാൻ റെക്കൽട്ടണും ജാർഖണ്ഡുകാരനായ റോബിൻ മിൻസുമാണ് മുംബൈയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ. 2 കളിയിലെ ഡക്ക് ഉൾപ്പെടെ മോശം ഫോമിലുള്ള റെക്കൽട്ടനെ കുറിച്ച് മുംബൈക്ക് ആശങ്കകളുണ്ട്. മാത്രമല്ല, മുംബൈക്ക് ബാക്കിയുള്ളത് ഒരു ഓവർസീസ് കോട്ടയാണ്. ട്രെന്റ് ബോൾട്ടിന് ബാക്കപ്പായി ഒരു ബൗളറെയാണ് ആദ്യം ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും ബാറ്റിംഗ് ഡെപ്ത് കൂടി മനസ്സിൽ കണ്ടാണ് ഡി കോക്കിനോട് പേര് രജിസ്റ്റർ ചെയ്യാൻ മുംബൈ ആവശ്യപ്പെട്ടത് എന്നാണ് സൂചന. 2.25 കോടി മാത്രമാണ് മുംബൈയുടെ പേഴ്സിൽ ബാക്കിയുള്ളത്. ഡി കോക്ക് ആണെങ്കിൽ തന്റെ അടിസ്ഥാന വിലയിൽ 50% കുറയ്ക്കുകയും ചെയ്തു. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് കഴിഞ്ഞ തവണ അടിസ്ഥാന വിലയായ 2 കോടിക്കാണ് ഡി കോക്കിനെ ടീമിലെടുത്തത്. 8 മത്സരങ്ങൾ കളിച്ച ഡി കോക്ക് 21 ശരാശരിയിൽ 152 റൺസാണ് എടുത്തത്. ഒരു അർദ്ധ സെഞ്ചുറി മാത്രം അക്കൗണ്ടിലുണ്ടായിരുന്ന ഡി കോക്കിന്റെ സ്ട്രൈക്ക് റേറ്റും അത്ര മികച്ചതായിരുന്നില്ല. എന്നാൽ ഇന്ത്യയിൽ മികച്ച റെക്കോർഡുള്ള ഇന്ത്യക്കെതിരെ അവസാന ഏകദിനത്തിൽ സെഞ്ചുറി അടിച്ച ഡി കോക്ക് ഫോമിലെത്തിക്കഴിഞ്ഞു. ഫാഫിനെയും ജേക്ക് ഫ്രേസർ മക്കുർഗിനെയും റിലീസ് ചെയ്ത ഡൽഹി ടോപ്പ് ഓർഡറിലേക്ക് ചിലപ്പോൾ ഡി കോക്കിനെ പരിഗണിച്ചേക്കും. എന്തായാലും വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ 32കാരൻ ഇത്തവണ മുംബൈ ഇന്ത്യൻസിലേക്ക് കൂടുമാറും. ഡി കോക്കിന് പുറമെ ഫ്രാഞ്ചൈസി ആവശ്യപ്പെട്ട് അവസാന നിമിഷങ്ങളിൽ ലേലത്തിൽ രജിസ്റ്റർ ചെയ്ത താരങ്ങൾ വേറെയുമുണ്ട്. ശ്രീലങ്കയുടെ ട്രെവിൻ മാത്യു, ബിനുര ഫെർണാണ്ടോ, കുശാൽ പെരേര, ദുനിത് വെല്ലാലഗെ, അഫ്ഗാൻ താരമായ അറബ് ഗുൽ, വെസ്റ്റ് ഇൻഡീസിന്റെ അഗീം അഗസ്റ്റെ തുടങ്ങിയവർ മിനി ലേലത്തിലുണ്ടാകും. ആഭ്യന്തര താരങ്ങളായ വിഷ്ണു സോളങ്കി, പരീക്ഷിത് വത്സങ്കർ, സാദേഖ് ഹുസൈൻ, ഇസാ സാവരിയ തുടങ്ങി 20-ലേറെ ഇന്ത്യൻ താരങ്ങളും അവസാന നിമിഷം ലേലത്തിന് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഏറെ കൗതുകം 2 മലയാളി താരങ്ങളും അവസാന റൗണ്ട് ലേല പട്ടികയിൽ ഇടം പിടിച്ചു എന്നതാണ്. ജിക്കു ബ്രൈറ്റും ശ്രീഹരി നായരുമാണ് ആ സർപ്രൈസ് താരങ്ങൾ. തിരുവനന്തപുരത്തുകാരനായ ജിക്കു ഓഫ് സ്പിന്നറാണ്. ടെന്നീസ് ബോൾ ക്രിക്കറ്റിൽ ഒതുങ്ങിയ ജിക്കു കഴിഞ്ഞ വർഷം മുംബൈ ഇന്ത്യൻസിന്റെ നെറ്റ് ബോളറായിരുന്നു. അവിടെ വെച്ചാണ് ബൗളിംഗിലെ തന്റെ വൈവിധ്യം ജിക്കു മിനുക്കിയെടുക്കുന്നത്. തിരുവനന്തപുരം ജില്ലാ ക്രിക്കറ്റ് അസോസിയേഷൻ ലീഗിൽ കളിക്കുന്ന ജിക്കു ഇന്നേ വരെ കേരളത്തിനായി ഒരു ഏജ് കാറ്റഗറിയും കളിച്ചിട്ടില്ല. കേരള ക്രിക്കറ്റ് ലീഗ് ലേലത്തിന്റെ പോലും ഭാഗവുമായിരുന്നില്ല. ഇത്തവണ IPL ലേലത്തിൽ ആരെങ്കിലും ജിക്കുവിനെ സ്വന്തമാക്കിയാൽ അത് ചരിത്രമാകും. കേരളത്തിനു വേണ്ടി സീനിയർ തലത്തിൽ അരങ്ങേറാതെ മുംബൈ ഇന്ത്യൻസിലൂടെ ഹീറോയായ വിഘ്നേഷ് പുത്തൂരിനേക്കാൾ കഥ പറയാനുണ്ടാകും ജിക്കുവിന്. ആകെ 350 താരങ്ങളാണ് ലേലപ്പട്ടികയിലുള്ളത്. എല്ലാ ഫ്രാഞ്ചൈസികൾക്കുമായി ആവശ്യമുള്ളത് 77 പേരെ. അതിൽ 31 പേർ വിദേശ താരങ്ങൾ. 2 കോടിയാണ് ഏറ്റവും ഉയർന്ന അടിസ്ഥാന വില. ഇതിൽ 40 താരങ്ങളുണ്ട്. ഇന്ത്യൻ താരങ്ങളിൽ വെങ്കിടേഷ് അയ്യർക്കും രവി ബിഷ്ണോയ്ക്കുമാണ് ഉയർന്ന അടിസ്ഥാന വിലയുള്ളത്. കാമറൂൺ ഗ്രീൻ, മാത്യു ഷോട്ട്, സ്റ്റീവ് സ്മിത്ത്, ജാമി സ്മിത്ത്, ജോണി ബെയർസ്റ്റോ, രജിൻ രവീന്ദ്ര, ഡാരിൽ മിച്ചൽ, ഡെവൻ കോൺവേ, വാനിന്ദു ഹസരംഗ, മദീഷ പതിരാന തുടങ്ങിയ താരങ്ങളും ലേലത്തിനുണ്ട്. ക്യാപ്റ്റൻ താരങ്ങളിലൂടെയാണ് ലേലം തുടങ്ങുക. ബാറ്റർമാർ, ഓൾറൗണ്ടർമാർ, വിക്കറ്റ് കീപ്പർ ബാറ്റർമാർ, ഫാസ്റ്റ് ബൗളേഴ്സ്, സ്പിൻ ബൗളേഴ്സ് എന്നിങ്ങനെയാണ് ഓർഡർ. അതിനുശേഷം അൺക്യാപ്ഡ് താരങ്ങളുടെ ലേലവും ഇതേ ഓർഡറിൽ നടക്കും. നമുക്ക് നോക്കാം അബുദാബിയിൽ ആര് പണം വാരുമെന്ന്.